സ്വപ്നങ്ങളുടെ മഹാനഗരമായ മുംബൈ. ജീവിതത്തിലെ പലതരം സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്ന് എല്ലാ കാലത്തും ആളുകൾ എത്തുന്നയിടം. അവരെയെല്ലാം കൈനീട്ടി സ്വീകരിക്കുന്ന മുംബൈ. ഒരാൾക്കും സ്വന്തമെന്ന് പറയാൻ കഴിയാത്ത, എന്നാൽ എല്ലാവരുടെയും സ്വന്തമായ സ്വപ്നഭൂമി. മുംബൈയുടെ അടയാളമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, സമീപത്തുള്ള താജ് ഹോട്ടൽ, പിന്നെ കൊളാബയിലെ പ്രശസ്തമായ കഫേ മോണ്ടിഗറും സെൻട്രൽ ലൈബ്രറിയും ജഹാംഗീർ ആർട്ട് ഗാലറിയും ഒക്കെ കണ്ട് മുംബൈ മഹാനഗരത്തിലെ മറ്റ് കാഴ്ചകളിലേക്ക് പോവുകയാണ് മാതൃഭൂമി യാത്ര. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ സമീപത്ത് നിന്ന് ഇനി അല്പനേരം യാത്ര ജലയാനത്തിലാണ്. തീരത്ത് നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ അകലെയുള്ള അറബിക്കടലിലെ എലിഫന്റ ദ്വീപിലേക്ക്. ₹180 ദ്വീപിൽ പോയി വരാനുള്ള ടിക്കറ്റ് നിരക്ക്. രാവിലെ 9 ആരംഭിക്കുന്ന ഫെറി സർവീസ് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് അവസാനിപ്പിക്കും. വിദേശികളും സ്വദേശികളും ഉൾപ്പെടെ ഒട്ടേറെ സഞ്ചാരികൾ ദിവസേന അവിടെ പോയി വരുന്നുണ്ട്. ബോട്ടിലെ യാത്രക്കാർ ഏതാണ്ട് എല്ലാവരും തന്നെ വിനോദസഞ്ചാരികളാണ്. ചെറുതും വലുതുമായ ബോട്ടുകൾ ദ്വീപിലേക്കും അല്ലാതെയും ഇതുവഴി സഞ്ചരിക്കുന്നു. 2 നിലകളുള്ള ബോട്ടുകളും ധാരാളം. മുംബൈ മഹാനഗരത്തിന്റെ തിരക്കിൽ നിന്ന് മാറിയുള്ള ഒരു യാത്രയാണിത്. പ്രത്യേകിച്ച് കടലിലൂടെയുള്ള യാത്ര ആസ്വദിക്കാനുള്ള അസുലഭാവസരം. ചരക്ക് കപ്പലുകളും എണ്ണക്കപ്പലുകളും യാത്രാ കപ്പലുകളുമെല്ലാം അറബിക്കടലിലൂടെ പോകുന്നത് അടുത്തു കാണാം. കടൽ പക്ഷികൾ ബോട്ടിന് പിന്നാലെ പറന്നു വരുന്നു. യാത്രക്കാർ കൊടുക്കുന്ന ഭക്ഷണം തേടിയാണ് ഈ പറക്കൽ. ദൂരെ എലിഫന്റ ദ്വീപ് ജലമധ്യത്തിൽ തല ഉയർത്തി നിൽക്കുന്നു. കരയിൽ നിന്ന് 1 മണിക്കൂറോളം യാത്ര ചെയ്തു വേണം ഇവിടെ എത്താൻ. മുംബൈ തുറമുഖത്തിനടുത്തുള്ള ഒട്ടേറെ ചെറുദ്വീപുകളിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് എലിഫന്റ ദ്വീപ്. അതിപ്രാചീനമായ ഗുഹകളാണ് ഇവിടുത്തെ ആകർഷണം. ബോട്ട് അടുക്കുന്നിടത്ത് നിന്ന് ഗുഹകളിലേക്ക് കുറച്ചു ദൂരം നടക്കണം. നടക്കാൻ മടിയുള്ളവർക്കായി നാരോ ഗേജ് ടോയ് ട്രെയിനുണ്ട്. വളരെ പഴയ രീതിയിൽ എഞ്ചിൻ ഡ്രൈവർ തന്നെ കൈകൊണ്ട് കറക്കി വേണം തീവണ്ടി സ്റ്റാർട്ടാക്കാൻ. ഡീസൽ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. മീറ്റർ മാത്രമാണ് ഇതിന്റെ സഞ്ചാരദൂരം. വളരെ വേഗം കുറച്ചാണ് തീവണ്ടിയുടെ സഞ്ചാരം. 10 രൂപ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടിക്കറ്റ് നിരക്ക്. ഒരു കടൽപ്പാലത്തിലൂടെയാണ് തീവണ്ടി കടന്നു പോകുന്നത്. ഇതിലെ യാത്ര തന്നെ ഒരു വേറിട്ട അനുഭവമാണ്. ഒരു ബോഗിയിൽ 4-5 പേർക്ക് മാത്രമേ ഇരിക്കാനാകൂ. തീവണ്ടിയിൽ നിന്നിറങ്ങി അല്പദൂരം നടക്കണം ഗുഹാമുഖത്തെത്താൻ.
പ്രാചീന കാലത്ത് ഖരാപുരി എന്നറിയപ്പെട്ടിരുന്ന ഈ ദ്വീപിന് പോർച്ചുഗീസുകാരാണ് എലിഫന്റ ദ്വീപ് എന്ന് പേരിട്ടത്. പ്രവേശന കവാടത്തിനരികിലായി ഒറ്റക്കല്ലിൽ തീർത്ത ആനയുടെ ശില്പമുണ്ടായിരുന്നു നേരത്തെ. ഇത് കണ്ടാണ് ഇത്തരമൊരു പേരിലേക്ക് അവരെത്തിയത്. പിന്നീട് ബ്രിട്ടീഷുകാർ ഈ ശില്പം ഡോ ബാവുദാജി ലാഡ് മ്യൂസിയത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഒരു കാലത്ത് ഏറെ ശക്തമായിരുന്ന ഒരു പ്രാദേശിക ഭരണകൂടത്തിന്റെ തലസ്ഥാനമായിരുന്നു ഇവിടമെന്ന് ചില രേഖകളിൽ പറയുന്നുണ്ട്. ഷെൻബന്ദർ, മോറാബന്ദർ, രാജ്ബന്ദർ എന്നിങ്ങനെ 3 ഗ്രാമങ്ങൾ ഈ ദ്വീപിലുണ്ട്. ഷെൻബന്ദറിലാണ് പ്രശസ്തമായ ഗുഹകളുള്ളത്. ഗുഹകളുടെ 2 സമുച്ചയങ്ങളാണ് ഇവിടെയുള്ളത്. ആദ്യത്തേത് 5 വലിയ ഹൈന്ദവ ഗുഹകളാണെങ്കിൽ രണ്ടാമത്തേത് 2 ചെറിയ ബുദ്ധിസ ഗുഹകളാണ്. ഹൈന്ദവ ദൈവങ്ങളുടെ ശില്പങ്ങളുള്ള ആദ്യ സമുച്ചയം ശിവന് സമർപ്പിച്ചിട്ടുള്ളതാണ്. 5-ാം നൂറ്റാണ്ടിനും 8-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് പാറ തുരന്ന് ഗുഹകൾ നിർമ്മിക്കുകയും അതിൽ ദൈവശില്പങ്ങൾ കൊത്തിവെക്കുകയും ചെയ്തതെന്ന് കരുതപ്പെടുന്നു. ഇത് നിർമ്മിച്ചതാരെന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. പോർച്ചുഗീസുകാരുടെ ആധിപത്യകാലം വരെ ഇവിടെ പൂജകളും മറ്റും ഉണ്ടായിരുന്നതാണ്. പിന്നീട് ഏറെക്കാലം അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ഈ ഗുഹകൾ 1970കളിലാണ് നവീകരിച്ചത്. ആദ്യത്തെ ഗുഹാസമുച്ചയത്തിനാകെ 60,000 ചതുരശ്ര അടി വിസ്തീർണം വരും. പ്രധാന നിലവറ കൂടാതെ 2 അനുബന്ധ നിലവറകളും ഉപക്ഷേത്രങ്ങളും അകത്തളവും ഇതിനുണ്ട്. ഗുഹകളുടെ മുൻവശത്തെ കവാടത്തിൽ നിന്ന് ഉള്ളിലേക്ക് 39 മീറ്റർ നീളമുണ്ട്. അടി ഉയരമുള്ള ഈ ത്രിമൂർത്തി ശില്പമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണം. ഗുഹയ്ക്കുള്ളിൽ മറ്റൊരിടത്തായി ശിവലിംഗവും കാണാം. ഗുഹയ്ക്കുള്ളിൽ പലയിടത്തും സ്ഥാപിച്ചിട്ടുള്ള ശില്പങ്ങളൊക്കെ നടരാജന്റെ വിവിധ ഭാവത്തിലുള്ളവയാണ്. അവയിൽ പലതിന്റെയും ഭാഗങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. അകത്തുകൂടിയുള്ള ഇടനാഴികൾ ഗുഹയുടെ ഗാംഭീര്യം വെളിപ്പെടുത്തുന്നവയാണ്. ഇവിടം യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഗുഹകൾ സംരക്ഷിച്ചു പോരുന്നത്. എലിഫന്റ ഗുഹകളിലെ സന്ദർശനത്തിനിടയിലാണ് മാതൃഭൂമി യാത്രാ മാഗസിന്റെ പ്രവർത്തകരായിരുന്ന ജ്യോതിലാലിനെയും പ്രദീപിനെയും കാണാനിടയായത്. തികച്ചും യാദൃച്ഛികമായിരുന്നു ഈ കൂടിക്കാഴ്ച. ബോംബെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം ഈ എലിഫന്റ കേവ് എന്നാണ്. കാരണം ഇപ്പോഴാണത് കണ്ടത്. കണ്ടു കഴിയുമ്പോൾ അറിയാം നഗരത്തിൻ്റെ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്താം. ഇവിടെ എത്തി ഈ പഴയ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ പഴയ കാലത്തെ ആ മനുഷ്യാധ്വാനവും ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ കരവിരുതും എല്ലാം വളരെ വ്യക്തമാകുന്ന ഒരു ദൃശ്യമാണ്. മാത്രമല്ല നഗരത്തിൻ്റെ യാതൊരു ബഹളവും ഒന്നുമില്ലാതെ ശാന്തമായ അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൽ നമ്മൾ വേറൊരു ലോകത്തെത്തിയ ഒരു അനുഭവമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ബോംബെയിലെത്തുന്ന ഏതൊരാളും മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമായിട്ട് ഈ ഞാൻ പറയുക എലിഫന്റ കേവാണ്. 16 ചതുരശ്ര കിലോമീറ്ററാണ് ഈ ദ്വീപിന്റെ വിസ്തീർണം. പനിയും മാവും പുളിമരങ്ങളും നിറഞ്ഞതാണ് ഈ ദ്വീപ്. രാത്രികാലത്ത് ഇവിടെ തങ്ങാൻ വിനോദസഞ്ചാരികളെ അനുവദിക്കാറില്ല. വൈകിട്ട് 5:30 മുംബൈ തീരത്തേക്കുള്ള ബോട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എലിഫന്റ ദ്വീപിൽ നിന്ന് കരയിലേക്ക് ബോട്ട് സർവീസുമില്ല.
എലിഫന്റ ദ്വീപിനോട് യാത്ര പറഞ്ഞ് വീണ്ടും മുംബൈ നഗരത്തിരക്കിലേക്ക്. മഹാനഗരമായ മുംബൈയിൽ 88% ആളുകളും പൊതുഗതാഗത സംവിധാനങ്ങളാണ് യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ഏറ്റവും വലുതും സുസംഘടിതവുമായ ബസ് സർവീസ് ശൃംഖലയുള്ളത് മുംബൈയിലാണ്. ഇതിൽ 6 സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനം ബെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സാധാരണ ബസ്സുകൾ കൂടാതെ ഈ കമ്പനിക്ക് കീഴിൽ ഡബിൾ ഡെക്കർ ബസ്സുകളും സർവീസ് നടത്തുന്നു. ആദ്യം വൈദ്യുതി വിതരണത്തിനായി തുടങ്ങുകയും പിന്നീട് ബസ് സർവീസിലേക്ക് കൂടി നീങ്ങുകയും ചെയ്ത സ്ഥാപനമാണിത്. നഗരത്തിലെ പല ഭാഗങ്ങളിലേക്കും ഓട്ടോറിക്ഷകൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ബസ്സുകൾക്ക് പ്രാധാന്യം ഏറെയാണ്. മുംബൈ CST റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബസ്സുകൾ സർവീസ് നടത്തുന്നു.